ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ആൻഡ്രോയിഡിൻ്റെ UI ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന UIനെ എങ്ങനെ അതിൻ്റെ ഫങ്ഷനാലിറ്റി കൊടുക്കാം, എങ്ങനെ അതിനെ ജാവ ക്ലാസ്സിൽ ആക്സസ് ചെയ്യാം. ഞാൻ എന്തുകൊണ്ടാണ് ജാവ ക്ലാസ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിവിടെ UI ക്രിയേറ്റ് ചെയ്യുന്നത് XML എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിലും നമ്മളതിൻ്റെ ഫങ്ഷനാലിറ്റീസ് ചെയ്യുന്നത് ജാവ എന്ന് പറയുന്ന വേറൊരു ലാംഗ്വേജിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുക? അതൊരു ആൻഡ്രോയിഡ് ഡെവലപ്പർ ആകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഈ സംശയത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. തുടങ്ങുന്നതിന് മുമ്പായിട്ട് UI എന്താണെന്ന് അറിയാത്തവർക്കായി, UI എന്ന് വെച്ചാൽ യൂസർ ഇൻ്റർഫേസ് എന്നാണ് അർത്ഥം. യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷന് അതിൻ്റെ യൂസറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻ്ററാക്റ്റ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ്, അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസാണ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ആൻഡ്രോയിഡിലെ പ്രധാന യൂസർ ഇൻ്റർഫേസ് കമ്പോണൻസ് ആണ് ബട്ടൺ, ഇമേജ് വ്യൂ, റീസൈക്കിളർ വ്യൂ. റീസൈക്കിളർ വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കോണ്ടാക്ട്സ് ഒക്കെ ലിസ്റ്റ് ചെയ്യുന്നത്, ആൻഡ്രോയിഡിലെ കോണ്ടാക്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട്സ് ലിസ്റ്റ് ചെയ്യുന്നത് റീസൈക്കിളർ വ്യൂ പോലെയാണ്. പിന്നെ ഫ്രാഗ്മെൻറ്റ്സ്, സ്ക്രോൾ വ്യൂ, സ്വിച്ചൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. എനേബിൾ, ഡിസേബിൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്വിച്ച്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തായാലും കമ്പോണൻസിനെ കുറിച്ച് പഠിക്കും. ആദ്യം ഞാൻ നമ്മളുടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബട്ടണാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിവിടെ യൂസർ ഇൻ്റർഫേസ്, ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആക്ടിവിറ്റി main.xml എന്ന് പറയുന്ന ഫയലാണ്. ഇതിൽ തന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, ഡിസൈൻ എന്നൊരു ഓപ്ഷനും ഉണ്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഈ ലേഔട്ടിൻ്റെ എഴുതിയ കോഡ് കാണാൻ പറ്റും. ഇപ്പോൾ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അതോടെ ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്കിതിൽ ഡയറക്റ്റ് എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഡിസൈൻ കാണാം, ടെക്സ്റ്റ് ചെയ്യാം, ഡിസൈൻ കാണാം. അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് ആണ്. ഏതൊക്കെ കമ്പോണൻസ് നമ്മളിവിടെ ഈ ലേഔട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളുടെ ഈ കൺസ്ട്രെയിൻ ലേഔട്ട് എന്ന് നിങ്ങൾ കാണുന്നത് അതിൻ്റെ പാരൻറ്റ് ലേഔട്ടാണ്. അതാണ് ഈ നീല കളറിലുള്ള ബോർഡർ. അതിനുശേഷം അതിൽ വെക്കുന്ന കമ്പോണൻസ് എല്ലാം അതിൻ്റെ ചൈൽഡ് വ്യൂസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഹലോ വേൾഡ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ടെക്സ്റ്റുള്ള ആ വ്യൂ ടെക്സ്റ്റ് വ്യൂ എന്നാണ് അതിൻ്റെ ആ കമ്പോണൻ്റെ പേര്. അത് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതതിൻ്റെ ചൈൽഡ് വ്യൂ ആണ്. ഇവിടെ അടുത്തതായിട്ട് നമ്മൾ ഒരു ബട്ടൺ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മളിവിടെ ഇതിലേക്ക് വലിച്ചു വെക്കുകയാണ്. ആദ്യം ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആ കമ്പോണൻറ്റ് ട്രീയിൽ ബട്ടൺ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബട്ടൺ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ എന്തിനാണ് രണ്ട് വ്യൂ എന്ന്. ഇതിൽ ഒരെണ്ണം ഇത് ബ്ലൂ പ്രിൻ്റ് എന്നാണ് പറയുക. ഇത് ഡിസൈൻ വ്യൂ, ഇത് ബ്ലൂ പ്രിൻ്റ് വ്യൂ ആണ്. ഡിസൈൻ വ്യൂവും ബ്ലൂ പ്രിൻ്റ് വ്യൂ ഒരുമിച്ച് നമുക്ക് എടുക്കാം. ഇനി ഡിസൈൻ മാത്രം എടുക്കാം, ബ്ലൂ പ്രിൻ്റ് മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിവിടുത്തെ രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഡിസൈൻ ആൻഡ് ബ്ലൂ പ്രിൻ്റ്. ഇതെന്തിനാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾക്ക് അടുത്ത ക്ലാസ്സുകളിലായി പഠിക്കാം. ശേഷം നിങ്ങൾക്ക് ഇവിടെ സൂം ചെയ്യാം, ഓക്കെ, സൂം ഔട്ട് ചെയ്യാം. സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക്, ഓക്കെ, ഇവിടെ നമ്മൾ ബട്ടണിനെ ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം ആപ്ലിക്കേഷൻ ബട്ടൺ വെച്ചിട്ട്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സെൻറ്ററിൽ വെച്ചിരുന്ന ബട്ടൺ ഇവിടെയാണ്, ഇപ്പോൾ ഒരു സൈഡിലോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു റെഡ് കളറിലൊരു മാർക്ക് ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് വ്യൂ ഈസ് നോട്ട് കൺസ്ട്രെയിൻഡ്. ഓക്കെ, ഇറ്റ് ഓൺലി ഹാസ് ഡിസൈൻ ടൈം പൊസിഷൻസ്, സോ ഇറ്റ് വിൽ ജമ്പ് ടു 00 അറ്റ് റൺ ടൈം അൺലെസ് യു ആഡ് ദ കൺസ്ട്രെയിൻസ്. നമ്മൾ കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യാത്തത് കൊണ്ട് അത് 0th പൊസിഷനിലേക്ക് പോയിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷനിൽ റൺ ചെയ്തപ്പോൾ നമ്മുടെ ബട്ടൺ ഈ സൈഡിലേക്ക് പോയിരിക്കുകയാണ്, 00 പൊസിഷനിലേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഇവിടെ പ്ലേസ് ചെയ്യണം. അതിനുവേണ്ടി കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ നമ്മുടെ ടെക്സ്റ്റ് വ്യൂവിന് മുകളിലായിട്ടാണ് ഇപ്പോൾ ഇതിനെ അറേഞ്ച് ചെയ്യുന്നത്.
ഒന്നുകൂടെ റൺ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ബട്ടൺ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആദ്യത്തെ ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു ബട്ടണുണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ ഇവിടെ ഒരു ടെക്സ്റ്റ് വ്യൂ ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ എത്ര തവണ ക്ലിക്ക് ചെയ്തോ അത്രയും തവണ ഇവിടെ 1, 2, 3 എന്ന് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് എൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ്. അപ്പോൾ അത് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇവിടെ ഈ ബട്ടണിൻ്റെ ID, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നമ്മളിപ്പോൾ ബട്ടണിൻ്റെ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം ബട്ടണിനെ, അതായത് ഈ കമ്പോണൻറ്റ് ട്രീയിൽ നിന്ന് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഡയറക്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഒത്തിരി കമ്പോണൻറ്റ്സ് വരുമ്പോൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് മാറ്റേണ്ട കാര്യം, ബട്ടണിൻ്റെ ID നമുക്ക് മനസ്സിലാവുന്ന ഒരു പേര് ഇടുക. BT ഇൻക്രിമെൻ്റ് എന്ന് ഞാനിതിന് പേര് കൊടുക്കുകയാണ്. BT_increment. ഓക്കെ, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പേര്, അതിൻ്റെ ID മാറിയിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഇവിടെ ആക്സസ് ചെയ്യാൻ പോവാണ്. അതായത് വേറൊരു ലാംഗ്വേജിൽ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെയാണ് എങ്ങനെയാണ് ഈ ലാംഗ്വേജിൽ നമ്മൾ ആക്സസ് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ വരിക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡ്രോയിഡിൽ ആൻഡ്രോയിഡ് SDK ടൂൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാധനം പഠിച്ചിരുന്നു. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത് നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ AAPT എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് അസറ്റ് പാക്കേജിംഗ് ടൂൾ എന്നാണ്. ആൻഡ്രോയിഡ് അസറ്റ് പാക്കേജിംഗ് ടൂൾ ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ റിസോഴ്സിനെ, നമ്മളിപ്പോൾ ഇതിനെയാണ് റിസോഴ്സസ് എന്ന് പറയുക. ഇവിടെ നമുക്ക് 2 ഫോൾഡേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജാവ എന്ന് പറയുന്നൊരു ഫോൾഡറുണ്ട്, അതുപോലെ തന്നെ RES എന്ന് പറയുന്ന റിസോഴ്സ് ഫോൾഡറും ഉണ്ട്. അതിലുള്ള ഒരു കമ്പോണൻ്റാണ് ലേഔട്ട് എന്ന് പറയുന്നത്. അതിലാണ് നമ്മളിപ്പോൾ ആക്ടിവിറ്റി മെയിൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ജാവ എന്ന് പറയുന്ന ആ ഫോൾഡറിലെ പാക്കേജിലുള്ള ഒരു ഫയലാണ് മെയിൻ activity.java. അതുപോലെ തന്നെ റിസോഴ്സിലുള്ള ഒരു ഫയലാണ് activity main.xml. നമ്മളിവിടെ AAPTനെ കുറിച്ച് പറഞ്ഞു. AAPT ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റിസോഴ്സ് ഫോൾഡറിലുള്ള റിസോഴ്സസിനെ കമ്പൈൽ ചെയ്ത് ബൈനറി അസറ്റായിട്ട് മാറ്റും. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മളിപ്പോൾ activity main.xml നമുക്ക് 2 കമ്പോണൻറ്റ്സ് ഉണ്ട്. ഒരെണ്ണം ടെക്സ്റ്റ് വ്യൂ എന്നും ഒരെണ്ണം BT ഇൻക്രിമെൻ്റ് എന്നുള്ളതും. ഈ കമ്പോണൻറ്റ്സിനെ രണ്ടിനെയും ID, ഈ കൊടുത്തിരിക്കുന്ന IDയെ, ഇതിൻ്റെ ID ബട്ടൺ ഇൻക്രിമെൻ്റ്, ഈ IDയെ നമ്മൾക്ക് റെഫറൻസ് ആയിട്ട് ഇവിടെ ബിൽഡ് ചെയ്ത് ഒരു ക്ലാസ് ഫയലിൽ നമുക്ക് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇവിടുത്തെ കേസിൽ നിങ്ങൾക്കിവിടെ ഈ വ്യൂ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. പ്രോജക്റ്റ് വ്യൂവിൽ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു വ്യൂ ആണിത്. ഇനി നിങ്ങൾക്ക് പ്രോജക്റ്റ് എന്ന് പറയുന്നൊരു വ്യൂ ഉണ്ട്. ആ വ്യൂവിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ബിൽഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ജനറേറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നോട്ട് നെയിം സ്പേസ് ക്ലാസ് എന്ന് പറയുന്നതിൽ, ഡീബഗിൽ, പ്രോസസ്സിൽ, R എന്ന് പറയുന്നതിൽ, com.example.firstapp, ഇതിൽ നിങ്ങൾക്ക് r.java എന്ന് പറയുന്നൊരു ഫയൽ ഇവിടെ കാണാം. ഇത് ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഫയലാണ്. നിങ്ങൾക്കിവിടെ നമ്മളുടെ XML-ലുള്ളതും നമ്മളുടെ റിസോഴ്സ് ഫോൾഡറിലുള്ള എല്ലാത്തിൻ്റെയും IDs ഇവിടെ, ഇതിപ്പോൾ നമ്മളുടെ ID ആണ്, ക്ലാസ് ID കണ്ടോ. അതുപോലെ നമുക്കിവിടെ എല്ലാത്തിൻ്റെയും ഡ്രോബിളിൻ്റെ ID ആണിത്. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ID മാത്രമാണ്. നമ്മൾ ID എടുക്കുന്നു. അതിവിടെ ഈ ക്ലാസ്സിൽ സ്റ്റാറ്റിക്കായിട്ട്, ഫൈനൽ സ്റ്റാറ്റിക്കായിട്ട് ഡിക്ലെയർ ചെയ്ത് ജനറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമുക്കിവിടെ ഈ ക്ലാസ് ഫയലിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്നതാണ് ഈ ബട്ടണിനെ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ സെറ്റ് കണ്ടൻറ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഇത് ഈ ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ്റെ ആക്ടിവിറ്റിയുടെ, ഇതിനെ ഒരു ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്, ആക്ടിവിറ്റിയുടെ ലൈഫ് സൈക്കിളിലെ ഒരു സ്റ്റേറ്റാണ് ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇത് മാത്രം നിങ്ങളിപ്പോൾ പറഞ്ഞാൽ മതി. ഇതിന് കുറേ ലൈഫ് സൈക്കിളിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്നതിലാണ് ഏത് UI വ്യൂ ആണ് നമുക്ക് വേണ്ടത്, ഏത് XML വ്യൂ ആണ് നമ്മളുടെ ആപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ കാണിക്കേണ്ടതെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സെറ്റ് കണ്ടൻറ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആക്ടിവിറ്റിയിലുണ്ട്. അത് ഓൺ ക്രിയേറ്റ് എന്ന് പറയുന്ന നമ്മളുടെ ആക്ടിവിറ്റിയുടെ സ്റ്റേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടൻറ്റ് വ്യൂ സെറ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് R എന്ന് പറയുന്ന നമ്മളുടെ R.Javaയിലെ ലേഔട്ട് എന്ന് പറയുന്ന ക്ലാസ് ഇവിടെ ഉണ്ട്. ഞാനത് സെർച്ച് ചെയ്ത് കാണിക്കാം. Ctrl+F ലേഔട്ട്. ഓക്കെ, ക്ലാസ് ലേഔട്ട്. അതിൽ നമ്മളുടെ ലേഔട്ട് ഉണ്ട്. ആക്ടിവിറ്റി മെയിൻ, ആക്ടിവിറ്റി മെയിൻ കണ്ടോ, ഈ വേരിയബിളിനെയാണ് നമ്മളിവിടെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിനി നമ്മളുടെ ആക്ടിവിറ്റി മെയിനിലെ നമ്മുടെ ബട്ടണിനെ ആക്സസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ ടെക്സ്റ്റ് വ്യൂവിനെ ആക്സസ് ചെയ്യണം. അപ്പോൾ ടെക്സ്റ്റ് വ്യൂവിന് നിങ്ങൾക്കൊരു പേര് കൊടുക്കണം. TXT ഇൻക്രി റിസൾട്ട് എന്ന് ഞാൻ കൊടുക്കുകയാണ്. റിസൾട്ട്. ഓക്കെ, എൻ്റർ ചെയ്തു. അപ്പോൾ ഇത് എല്ലാ യൂസേജസിലും അപ്ഡേറ്റ് ചെയ്തോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അത് അപ്ഡേറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഇതിപ്പോൾ ഓൾറെഡി അവിടെ R.Javaയിൽ അത് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്കിനി ഈ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ കിട്ടിയത് ഒരു ID ആണ്. ആ ID വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ആക്സസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റിനെ ഡിക്ലെയർ ചെയ്യണം. ബട്ടൺ എന്ന് പറയുന്ന ക്ലാസ് ഇവിടെ ഡിക്ലെയർ ചെയ്തൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. BT ഇൻക്രിമെൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ടെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്ന കമ്പോണൻ്റാണ് ടെക്സ്റ്റ് വ്യൂ. TXT റിസൾട്ട് എന്നാണ് ഞാൻ ഇടുന്നത് അതിന് പേര്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ BT ഇൻക്രിമെൻറ്റിനെ ഈക്വൽ ടു നമ്മളുടെ ആക്ടിവിറ്റി മെയിനിലുള്ള ഈ ബട്ടണുമായി ലിങ്ക് ചെയ്യണം. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ BT ഇൻക്രിമെൻറ്റ് ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ID എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആക്ടിവിറ്റിയിലുണ്ട്. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ വ്യൂവിലുള്ള IDയിലുള്ള ആ കമ്പോണൻറ്റിനെ നമ്മളിവിടെ ഈക്വൽ ടു ഇട്ട് കാണിച്ചിരിക്കുന്നതിലേക്ക് അസൈൻ ചെയ്യും. ഇവിടെ നമ്മൾ ഫൈൻഡ് വ്യൂ ബൈ ID R. നമ്മൾ അതിന് കൊടുത്തിരിക്കുന്ന ID.BT ഇൻക്രിമെൻറ്റ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളുടെ ഒബ്ജക്റ്റിനെ ഇപ്പോൾ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. BT ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ആക്ടിവിറ്റി മെയിനിലെ ഈ ബട്ടണാണ്. ഇനി നമുക്ക് ടെക്സ്റ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ആക്ടിവിറ്റി മെയിനിലെ ആ ടെക്സ്റ്റ് വ്യൂ ആയിട്ട് ബന്ധിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈൻഡ് വ്യൂ ബൈ ID നമ്മളിപ്പോൾ അതിനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇവിടുത്തെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് വ്യൂയിലുള്ള കണ്ടൻറ്റ് മാറി 1, 2, 3 എന്ന് പ്രിൻ്റ് ചെയ്യണം. അതായത് എത്ര തവണ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നോ അത്രയും തവണ അതിൽ ഇൻക്രിമെൻറ്റ് കൗണ്ടർ കാണിക്കണം. അപ്പോൾ ഈ ബട്ടണിൻ്റെ ക്ലിക്കാണ് നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത്. അതിനുവേണ്ടി മെയിൻ ആക്ടിവിറ്റി.javaയിലേക്ക് പോകുന്നു. BT ഇൻക്രിമെൻറ്റ് BT increment.set on click listener new on click listener എന്ന ലിസണർ ആഡ് ചെയ്യാണ്. വ്യൂവിൽ ക്ലിക്ക് കിട്ടുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിസണർ ഈ ബട്ടണിൽ
ആഡ് ചെയ്തു. ഇനി ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇവൻറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ നമ്പരും നമ്മൾ എത്ര തവണ ക്ലിക്ക് ചെയ്തു എന്നറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇൻറ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അത് 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൗണ്ട് എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും കൗണ്ട് എന്ന് പറയുന്നത് ++ ചെയ്തു. എന്താണ് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് റിസൾട്ടിലേക്ക് നമ്മൾക്ക് കൗണ്ടിനെ സെറ്റ് ചെയ്യണം. സെറ്റ് ടെക്സ്റ്റ് കൗണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രോജക്റ്റിൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഇതിനെ റൺ ചെയ്ത് നോക്കാം. പ്രോജക്റ്റ് ലോഞ്ച് ആയിരിക്കുകയാണ്. ഞാനിവിടെ ആപ്ലിക്കേഷനിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ 1 വന്നിരിക്കുകയാണ്. ക്ലിക്ക് ചെയ്തു. 2 ആയി, 3 ആയി. ഇത് കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഫോൺ സൈസ് മാറ്റാം. ആക്ടിവിറ്റി മെയിൻ എടുക്കുക, നമ്മളുടെ ടെക്സ്റ്റ് റിസൾട്ട് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ സൈസ് മാറ്റാൻ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ സൈസ് മാറ്റാൻ പറ്റും. ടെക്സ്റ്റ് അപ്പിയറൻസ്, അതിൽ ടെക്സ്റ്റിൻ്റെ കളർ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കളർ പ്രൈമറി ഡാർക്ക് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലാക്ക് ആക്കാം. ഓക്കെ. ഇനി ഞാനിതിനെ ബോൾഡ് ആക്കുന്നു. ഇനി അതിൻ്റെ സൈസ് കൂട്ടാമെന്ന് നോക്കുന്നു. വെയിറ്റ്, ഇതിൻ്റെ സൈസ് കൂട്ടാം. ഇനി എനിക്കിൻ്റെ ടെക്സ്റ്റ് സൈസ് പറഞ്ഞു കൊടുക്കാം. ടെക്സ്റ്റിൻ്റെ സൈസ് 36 ആക്കിയിട്ടുണ്ട്. ഇനി എനിക്കിവിടെ ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്യാം. കാഷ്വൽ. ഓക്കെ. ഞാനിനി ഒന്നുകൂടെ റൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് 1 ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം. ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴത്ത് കമൻ്റായിട്ട് ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.